ഹെഡ്മീൽ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ചുമന്ന കളറിൽ സബ്സ്ക്രൈബ് എന്നെഴുതിയിരിക്കുന്നത് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ്ഡ് എന്നാക്കിയ ശേഷം അതിന്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കാണും, അതുകൂടി പ്രസ് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ. ഹലോ, ഹെഡ്മീൽ യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടിപ്പുമായിട്ടാണ്. ആക്ച്വലി ഇത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മുടെ വീട്ടിനുള്ളിലെ എല്ലാ ദുർഗന്ധവും മാറ്റി എങ്ങനെ സുഗന്ധമാക്കാം എന്നുള്ളത്. അതിൽ ധാരാളം ടിപ്സുകൾ പറയുന്നുണ്ട്. അതിൽ ഒരെണ്ണം മാത്രം എടുത്തുകൊണ്ട് വളരെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നമ്മുടെ വീട്ടിലെ ദുർഗന്ധം എങ്ങനെ അകറ്റാം എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ ഇന്ന് സൺഡേ രാവിലെ ചർച്ചിലൊക്കെ പോയിട്ട് വന്നു. ഇത് ഞാൻ ട്രൈ ചെയ്യാൻ പ്രധാന കാര്യം എന്ന് പറയുന്നത്, വീട്ടിലൊരു പുതിയ അലമാരി മേടിച്ചു. അപ്പോൾ പെയിന്റിങ് ചെയ്തതിന്റെ മണം മൊത്തത്തിൽ അങ്ങോട്ട് മാറിയിട്ടില്ല. അതിനകത്ത് തുണി വെച്ചിട്ട് എപ്പോൾ എടുത്താലും ആ പെയിന്റിന്റെ ഒരു സ്മെല്ലാ വരുന്നത്. അപ്പോൾ ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്, എനിക്കതിന്റെ റിസൾട്ട് കിട്ടി. ഇത് ഞാൻ നാളുകളായിട്ട് ബാത്റൂമിലും അതുപോലെ ബെഡ്റൂമില് കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ അലമാരിയിൽ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്തത്. അപ്പൊ നിങ്ങൾക്കിത് എവിടെ വേണമെങ്കിലും ട്രൈ ചെയ്യാം. അതായത് മേശയുടെ ഡ്രോയറില്, ഷൂ റാക്കറ്റില്, ഷോക്കേസില്, അങ്ങനെ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം. മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ വീട് ക്ലീൻ ആക്കാനും അതുപോലെ തന്നെ വീട്ടിനുള്ളിലെ ദുർഗന്ധം മാറ്റാനും എല്ലാം കൊണ്ടും വളരെ പ്രയോജനപ്പെട്ട ഒന്നാണ് ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത്. അതായത് അപ്പക്കാരം. ഇത് നമ്മുടെ വീട്ടിൽ സ്റ്റോക്ക് വെച്ചിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്തിനും നമുക്ക് യൂസ് ചെയ്യാം. ഇത് കുക്കിങ്ങിന് യൂസ് ചെയ്യുന്ന ബേക്കിംഗ് സോഡ അല്ല, അല്ലാതെ ലൂസായിട്ട് വില കുറച്ച് വാങ്ങാൻ കിട്ടും. 1 കിലോ 50 രൂപയ്ക്കാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ നിങ്ങൾ കടയിൽ പോയിട്ട് ലൂസ് ബേക്കിംഗ് സോഡ ഉണ്ടോന്ന് ചോദിച്ചിട്ട് അത് മേടിച്ചാൽ മതി. അല്ലാതെ കുക്കിങ്ങിന്റെ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് വില കൂടുതലാണ്, അത് നമുക്ക് താങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ളത് ചോദിച്ച് തന്നെ മേടിക്കണം. ഈ ബേക്കിംഗ് സോഡ അല്ലാതെ തന്നെ, ഞാൻ എൻ്റെ പഴയ ടിപ്പിൽ പറഞ്ഞിരിക്കുന്നത്, ഈ ബേക്കിംഗ് സോഡ അല്ലാതെ തന്നെ ഏതെങ്കിലും ഒരു പാത്രത്തിലോട്ട് ബാത്റൂമിലോ അല്ലെങ്കിൽ ഇപ്പൊ ഫ്രിഡ്ജിന്റെ ദുർഗന്ധം അകറ്റാനാണെങ്കിൽ ഒരു പാത്രത്തിൽ ബേക്കിംഗ് സോഡ ഇട്ട് ഫ്രിഡ്ജിൽ വെക്കാം. എവിടെയാണോ നിങ്ങൾക്ക് വേണ്ടത് അവിടെയൊക്കെ വെക്കാമെന്നാണ്. പക്ഷേ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അതിൽ അല്പം സുഗന്ധം കൂടി എങ്ങനെ കൊണ്ടുവരാം എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ ഓൾറെഡി എന്റെ അലമാരയിൽ യൂസ് ചെയ്തത് ഇതാണ്. ഞാനൊരു സോക്സ് ആണ് എടുത്തത്, യൂസ് ചെയ്യാത്ത ഒരു സോക്സ്. നിങ്ങൾക്ക് ഈ സോക്സ് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം, ഞാൻ കട്ട് ചെയ്തിട്ടില്ല. അതിൽ കുറച്ച് ഇട്ട് ഇതുപോലെ അലമാരിയിൽ വെച്ചിരുന്നതാണ്. അതുപോലെ തന്നെ ഫ്രിഡ്ജിലും ഞാൻ യൂസ് ചെയ്തത്, അതിൽ കുറച്ച് സുഗന്ധം കിട്ടുന്ന ഒഴിച്ച് ഫ്രിഡ്ജിൽ ഇതുപോലെ ഒരു കുപ്പിയുടെ പാത്രമാണ് എടുത്ത്, ഏത് പാത്രം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഫ്രിഡ്ജിൽ ഞാൻ തുറന്നു തന്നെയാണ് വെച്ചത്. അതല്ല എങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഒരു കുപ്പിയിലാക്കി അത് ഫ്രിഡ്ജിൽ വെച്ചാലും മതി. അപ്പൊ അതിനുവേണ്ടി ഒരു ബോട്ടിൽ എടുക്കാൻ, നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ നല്ലത്, ഏറ്റവും നല്ലത് ഇതുപോലുള്ള ചെറിയ ബോട്ടിലുകളാണ്. ഇത് നെസ്കഫേയുടെ ഒരു ബോട്ടിലാ. ഈ ബോട്ടിലേക്ക് നമുക്ക് ആവശ്യത്തിന് ബേക്കിംഗ് സോഡ ഇടാൻ അങ്ങനെ കണക്കൊന്നുമില്ല, നിങ്ങൾക്ക് എത്രയും വേണോ അത്രയും യൂസ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ഞാനിപ്പോ ബാത്റൂമിലേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്, നമ്മൾ തുണിയൊക്കെ വാഷ് ചെയ്തതിന് ശേഷം ഒലച്ചെടുക്കാൻ കംഫർട്ട് ഒഴിക്കില്ലേ, ആ കംഫർട്ടാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമിലേക്കാണ്, അതുകൊണ്ടാണ്. കാരണം നമ്മൾ തുണിയൊക്കെ കഴുകി കഴിഞ്ഞ് ബാത്റൂമിൽ കയറുമ്പോൾ നല്ലൊരു മണമല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഈ കംഫർട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പെർഫ്യൂം ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, അത്തർ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ മണമുള്ള എന്ത് ലിക്വിഡും, പിന്നെ എസൻഷ്യൽ ഓയിൽ, അത് ഇച്ചിരി വില കൂടുതലാണ്, നമുക്ക് മേടിക്കാൻ കിട്ടും. ലെവൻഡർ വേണമെങ്കിൽ കിട്ടും, സ്ട്രോബെറി, ലെമൺ, ഏത് വേണമെന്നുണ്ടെങ്കിലും കിട്ടും. അപ്പൊ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഉപയോഗിക്കാം. അതല്ലാതെ നമ്മുടെ കുക്കിങ്ങിന് വേണ്ടിയുള്ള എസൻസ് ഉണ്ടല്ലോ, വാനില, ഓറഞ്ച്, പൈനാപ്പിൾ, മാംഗോ, സ്ട്രോബെറി, ഇതിലേത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ എൻ്റെ അലമാരയിലേക്ക് വെക്കാൻ യൂസ് ചെയ്തത് പൈനാപ്പിൾ ആണേ. നല്ല മണമാണ്. ഇപ്പോ എൻ്റെ അലമാര തുറക്കുമ്പോൾ ആ പെയിന്റിന്റെ സ്മെല്ലേ ഇല്ല, ഒരു വല്ലാത്തൊരു സുഗന്ധമാണ്. അതുപോലെ തന്നെ ഞാൻ ഫ്രിഡ്ജിലേക്കും യൂസ് ചെയ്തത് പൈനാപ്പിൾ ആണ്. ഫ്രിഡ്ജ് തുറക്കുമ്പോഴും ഇപ്പൊ നല്ല മണമാണ് പൈനാപ്പിളിന്റെ. അപ്പൊ ഇത് നിങ്ങൾക്ക് എന്ത്, പിന്നെ നിങ്ങൾക്ക് യൂക്കാലിയുടെ മണം ഇഷ്ടമാണെങ്കിൽ അത് യൂസ് ചെയ്യാം, പുൽത്തൈലം യൂസ് ചെയ്യാം, ഹാൻഡ് വാഷിന്റെ മണം ഇഷ്ടമാണെങ്കിൽ യൂസ് ചെയ്യാം. നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്തും യൂസ് ചെയ്യാം. മണമുള്ള എന്ത് സാധനവും ഇതിലിടാം. പിന്നെ ലിക്വിഡായിട്ടുള്ളത് ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ഈ ബേക്കിംഗ് സോഡ വെള്ളത്തിന്റെ പരുവം ആയി പോവരുത്. ആദ്യം ലേശം 1 ടീസ്പൂൺ അങ്ങാണ് ഒഴിക്കുക, അല്ല 1/2 ടീസ്പൂൺ ഒഴിക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. അത് പൗഡർ പരുവമായിട്ട് തന്നെ നമുക്ക് കിട്ടണം, വെള്ളമാവരുത്.
നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പേപ്പർ വെച്ചോ, ഞാനിപ്പോ ഫോയിൽ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്, അത് വെച്ച് ഇതുപോലെ മൂടി വെക്കാം. അതല്ല നിങ്ങൾക്ക് അടപ്പ് യൂസ് ചെയ്യണമെങ്കിൽ ആ അടപ്പിന് കുഴിയിടേണ്ടി വരും. അപ്പോൾ അടപ്പൊക്കെ കുഴിയിടാൻ ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഫോയിൽ പേപ്പർ യൂസ് ചെയ്തിരിക്കുന്നത്. ടിഷ്യൂ പേപ്പർ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം, സാധാ പേപ്പർ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഫോൾഡ് ചെയ്ത ശേഷം, അതായത് കവർ ചെയ്ത ശേഷം എന്തേലും കൊണ്ട് ഇങ്ങനെ കുത്തിട്ട് കൊടുക്കുക. അതായത് മണം വരാൻ വേണ്ടിയാണ് കുത്തിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിത് എവിടെയാണോ വെക്കേണ്ടത് അവിടെ വെക്കാം. നമ്മൾ ഈ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു 4-5 ദിവസം കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് മണം കുറവെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അതിനകത്ത് ഈ ബേക്കിംഗ് സോഡയിൽ തന്നെ ഒഴിച്ച് ഇളക്കി വീണ്ടും വെക്കാം. ഒരു 1.5-2 മാസം വരെ ഈ ബേക്കിംഗ് സോഡ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. വളരെ എളുപ്പമാണ്. വീണ്ടും ഇതുപോലെ പ്രയോജനപ്പെട്ട പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലസ് യു.